ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അറബിക് ബ്രെഡ് പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും വരുന്ന ടൈമിലാണെങ്കിലും പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന ടൈമിലാണെങ്കിലും വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലും ചേർത്തിട്ട് കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ മിക്സും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് വേറൊരു മിക്സും കൂടി തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്കും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് പാലും ചേർത്തിട്ട് ഇതുപോലെ ഇതിൽ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം പാലും കണ്ടൻസ് മിൽക്കിൻ്റെയും മാത്രം മിക്സ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഈ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ബ്രെഡ് ഇതുപോലെ നമ്മൾ ഏത് പുഡിംഗ് ട്രയലാണോ ഉണ്ടാക്കുന്നത് അതിൽ ഇതുപോലെ 4 സൈഡും ബ്രൗൺ സൈഡും കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഡയറക്റ്റ് നമ്മൾ ആ കണ്ടൻസ് മിൽക്കിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും ഒക്കെ മിക്സ് ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് അതാണ്. അത് ഞാൻ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മൾ അതിന് മുകളിൽ ഈ കസ്റ്റാർഡിൻ്റെ മിക്സും ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയറും സെയിം രീതിയിൽ ബ്രെഡ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നമ്മൾ ആ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും മിക്സ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം വേണം നമ്മൾ ഈ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് അത് ഒഴിച്ചു കൊടുത്തത്. അതാണ് എനിക്ക് പറ്റിയുള്ളൊരു മിസ്റ്റേക്ക്. ഇനി നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ബദാം, കാഷ്യൂ, അതേപോലെ തന്നെ പിസ്ത, ഇത്രയും നട്ട്സാണ് ഇതിലേക്ക് ഇതേപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസ് ചെയ്യില്ല, ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം സിനു ഷംസി. അസ്സലാമു അലൈക്കും.